എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തൈര് കറിയാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാനായിട്ട്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് ഒരു തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും. ഇതിലേക്ക് 3 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഴുപ്പ് കുറഞ്ഞ തക്കാളിയാണ്. നന്നായിട്ട് പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇനി ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. അത് കഴിയുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനായിട്ട് ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് പച്ചമുളക് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറമായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. 2 തണ്ട് കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. കറിവേപ്പില കൂടുതൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. തേങ്ങ അരയ്ക്കാതെയാണ് ഈ തൈര് കറി വയ്ക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഈ കറിയിലേക്ക് ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇതിലേക്ക് നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും തൈരും ചേർത്തിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി വെന്ത് പോവരുത്. തക്കാളി ഒരു പച്ചപ്പോട് കൂടി കിടക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. നന്നായിട്ട് പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തൈര് കറി ഒന്ന് കുറുകിയിരിക്കുന്നതാണ് നല്ലത്. തൈര് ഇതുപോലെ കുറുകിയിരിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാവുന്നതാണ്. തൈര് കറി തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.